കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഉൾപ്പെടെ SFI നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം SFI എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരത്തിൽ ഈ സമരം ഏറ്റെടുക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൻ്റെ കസാരയിലേക്ക് വരുന്ന സമയത്ത് രാജ്യത്തിലെ ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും തൊഴിലന്വേഷിക്കുന്ന മനുഷ്യരോടും ഓരോരുത്തരോടും ഇവിടുത്തെ BJPയുടെ ഗവൺമെൻറ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്ന്, പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് സൃഷ്ടിക്കും. രാജ്യത്തിലെ വിദ്യാർത്ഥികൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾ ഉറപ്പാക്കും. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ നമുക്കറിയാം, 2026 എത്തുമ്പോൾ BJPയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് രാജ്യത്തിലെ തൊഴിലന്വേഷിക്കുന്ന മനുഷ്യരെ വഞ്ചിച്ച ഗവൺമെൻറ്റാണ് എന്ന് ഒരു തർക്കവും കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടായി രാജ്യത്തിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരികയാണ്. അതിലൊന്ന്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി എഴുതിയ നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നു എന്ന് സമ്മതിച്ചതിൻ്റെ ഭാഗമായി NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ പരീക്ഷ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റദ്ദ് ചെയ്യുകയാണ്.